കർത്താവിൻ്റെ അഭിഷിക്തനായ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. എനിക്കും അതുപോലെ തന്നെ തോന്നുകയാണ്. 3 കൂടാരങ്ങൾ വേണ്ട, 1 കൂടാരം മതി എന്ന്. കാരണം ഞാൻ എൻ്റെ മാതൃഭാഷയിൽ മറുരാജ്യത്തോ മറുദേശത്തോ പോയി ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ഇത് ബാബേൽ ഗോപുരം പണിതപ്പോൾ ഭാഷ ഭിന്നിപ്പിച്ച യേശുവിൻ്റെ വലിയൊരു നിധിയായി ഞാൻ കാണുകയാണ്. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 1 കൂടാരത്തിലായിരിക്കുക എന്നത് നന്നായിട്ട് തോന്നി. കാരണം ഞാൻ നോക്കുമ്പോൾ മാതാപിതാക്കള് മക്കളെ എന്ന പോലെ, സഹോദരി സഹോദരന്മാര് കുഞ്ഞനുജത്തിമാരെയും കുഞ്ഞനുജന്മാരെയും എന്നതുപോലെ അവർ പരസ്പരവും, അച്ഛനോ അതിലേറെയും പിതാവായ ദൈവത്തിൻ്റെതുപോലെയും. അപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ നിങ്ങൾ പടുത്തുയർത്തുന്ന ആ ദേവാലയം ഇവിടെ ഇപ്പോൾ തന്നെ പണിത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ആമഗ്നമായിരിക്കുന്നു. എന്തിനാണ് വലിയ കൂടാരം? നിങ്ങളുടെ ഹൃദയ കൂടാരത്തിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെന്ന നിലയിലും മക്കൾ എന്ന നിലയിലും ഒന്നായി കണ്ട ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഞങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ തന്നെ ഈ വിശുദ്ധ ബലിയെ അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞു കൊച്ച് ഈ അൽഫോൻസാമ്മയുടെ കീഴിൽ നിന്ന് അവിടെ തല പൊങ്ങുമ്പോൾ മിക്കവാറും അവിടെ തല അതിൻ്റെ അടിയിൽ കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കൈ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കുഞ്ഞ് ജ്യേഷ്ഠത്തി. അവളുടെ സ്നേഹം ഞാൻ നോക്കിയപ്പോൾ അതെനിക്ക് ഒത്തിരിയേറെ അനുഭവമാക്കി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തുക, അവരായിരിക്കുന്ന വിധത്തിൽ അവരെ അംഗീകരിച്ചുകൊണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതാവിനടുത്ത പിതാവിനടുത്ത സ്നേഹവാത്സല്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഭവനം പണിതിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഭവനം പണിത് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കരുണാനിധിയായ ദൈവം അത് നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെയാണ്. വിശ്വാസ ദൃഢത ഞങ്ങളിവിടെ കണ്ടു. ഇന്നലെ അച്ഛൻ ഞങ്ങളെ 2 പേരെയും വിളിച്ച് അച്ഛൻ്റെ ഇടത്തും വലത്തുമായി ഇരുത്തി സഹോദരങ്ങൾ എന്നതുപോലെ നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടിയപ്പോൾ ഉണ്ടായ അനുഭവം, പണ്ട് അപ്പസ്തോലന്മാർ ഒന്നിച്ചുകൂടി പ്രാർത്ഥനയിലും പ്രഭാഷണത്തിലും അതുപോലെ അപ്പമുറുക്കൽ ശുശ്രൂഷയിലും ഒന്നു ചേർന്നതുപോലെയുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇവിടെ കണ്ടെത്തി. ഏറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. വേറെടുത്ത് പോയി പ്രസംഗിക്കുന്നതിനേക്കാൾ എനിക്ക് ഇനിയും പ്രസംഗിക്കാൻ ഇവിടെ വരണമെന്നൊരാഗ്രഹം പോലും ഞങ്ങളുടെ 2 പേരുടെയും ഹൃദയത്തിൽ തോന്നി. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഈ കൂട്ടായ്മ ഒരു വലിയ അത്ഭുതത്തിന്റെ അടയാളമാണ് കാണിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ സിസ്റ്റേഴ്സ് ഇല്ല, മറ്റു ബ്രദേഴ്സ് ആരുമില്ല. പക്ഷെ നിങ്ങൾ സിസ്റ്റേഴ്സും അച്ഛന്മാരും ബ്രദേഴ്സുമായിട്ട് ഇപ്പോൾ തന്നെ അങ്ങ് ഒന്നു ചേർന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം. ഇത് പലതരത്തിലും പല വിധത്തിലും നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഭവവേദ്യമാക്കി. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധമായ ദേവാലയം ഇവിടെ പണിതിരിക്കും. അത് അനധിവിദൂര ഭാവിയിൽ സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് ദൃഢമായ ബോധ്യമുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മാതൃഭാഷയിൽ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന്. കാരണം ഇവിടെ വന്നപ്പോഴാണ്, നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ അനുഭവം തെളിഞ്ഞു വന്നപ്പോഴാണ്
ഇങ്ങനെ പ്രസംഗിച്ചാലും ഇങ്ങനെ പ്രഭാഷണം നടത്തിയാലും തീർച്ചയായും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ കുടികൊള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും എന്ന്. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, കരുണാനിധിയായ ദൈവം നമ്മോട് അരുളി ചെയ്തതാണ്. നിങ്ങൾ എന്നിൽ വസിക്കുക. ഇപ്പോൾ തന്നെ ദൈവത്തിൽ വസിക്കുന്നവരാണ് നിങ്ങൾ. എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ കുടികൊള്ളുകയും ചെയ്യുമ്പോൾ, തൻ്റെ വചനങ്ങൾ കുടികൊള്ളുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അച്ഛൻ കുർബാന മധ്യേ പ്രസംഗിച്ചു, ദൈവദൂതനാണെങ്കിൽ പോലും വേറൊരാൾ വന്ന് എൻ്റെ വചനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പഠിപ്പിച്ചാൽ അവൻ ശാപഗ്രസ്തനാകും എന്ന്. ഞങ്ങള് കുഞ്ഞായിരുന്നപ്പോഴേ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ മലങ്കര റൈറ്റില് പ്രാർത്ഥന കേൾക്കാം. അവിടെ ഇപ്പൊ ഈ പാട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ആശയം ഇങ്ങനെയാണ്, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ. താൻ ഏൽക്കും സഭയും ശാപം. അതിന്റെ ആദ്യത്തെ വഴി ഞാൻ പറഞ്ഞു. വാനവനെങ്കിലും അദ്ഭുതൻ താൻ ഏൽക്കും സഭയും ശാപം എന്ന്. സഭയുടെ ശാപം ഏൽക്കുവാൻ മാത്രം തന്റെ വചനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്ന ഏതൊരുവനും സഭയുടെ ശാപം ഏറ്റിരിക്കും എന്ന്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കൂടെ വന്നു, വൈദികർക്ക് ശ്ലൈഹിക അധികാരമുള്ള ഒരു പുരോഹിതൻ വചനം വ്യാഖ്യാനിക്കുന്നത് പോലെ, അപ്പമെടുത്ത് തിരുവപ്പമാക്കുന്നത് പോലെ, വീഞ്ഞെടുത്ത് തിരുരക്തമാക്കുന്നത് പോലെ നമ്മുടെ ബലിപീഠങ്ങളിൽ അത് കർത്താവ് അവര് പറയുന്ന വാക്കനുസരിച്ച് കർത്താവ് എഴുന്നള്ളി വരും. അയോഗ്യനും ബലഹീനനുമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തന്റെ അയോഗ്യത ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് പുരോഹിതൻ അപ്പമെടുത്ത് വാഴ്ത്തും. അപ്പമെടുത്ത് വാഴ്ത്തി കഴിയുമ്പോൾ കർത്താവായ ദൈവം ആ അപ്പത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടുത്തെ തിരുശരീരവും തിരുരക്തവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവം മനുഷ്യന്റെ വാക്കുകൾക്ക് അനുസരണ വിധേയനാകുന്നു. ഇതൊരു ദൈവം നമുക്ക് വേണ്ടി തന്ന നിധിയാണ്. കാരണം കർത്താവായിട്ട് നമ്മളെ പോലെ ഈ ലോകത്തിൽ കൂടി നടന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. അവസാനം സഹീവൻ ശാലയിൽ ഒന്നിച്ചു കൂടി അപ്പമെടുത്ത് വാഴ്ത്തി രക്തമെടുത്ത് വാഴ്ത്തി എന്നിട്ട് തന്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി. എന്തിനു വേണ്ടിയാണ്? ഈ മനുഷ്യൻ, യേശു എന്ന് പറയുന്ന ഈ ചരിത്ര പുരുഷൻ കുറച്ചു കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അധികം താമസിക്കുന്നതിന് മുമ്പേ ഇവിടം വിട്ടു പോകും എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കൃത്യത മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ജനത്തെ അനാഥരായി ഞാൻ വിടുകയില്ല, അവർക്ക് ഞാൻ സഹായകനെ അയക്കും. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് തന്റെ മാംസരക്തങ്ങള് അനുഭവിച്ച് എന്റെ മക്കൾ ഇവിടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരപ്പന് ഒരമ്മയ്ക്ക് ലോകത്തിൽ നീണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ബലഹീനനായ മനുഷ്യൻ, പരിമിതികൾക്ക് അധീനനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി നമുക്കായിട്ട് തന്നു. എന്നിട്ട് അവിടെ എഴുന്നള്ളിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ഹൃദയത്തിൽ അപ്പമായി, ശരീരമായി, രക്തമായി, വീഞ്ഞായിട്ട് വരാൻ. ഒരപ്പൻ മരിക്കുന്നതിന് മുമ്പ് വിൽപത്രം എഴുതി വെക്കും. തനിക്ക് എത്ര മക്കളുണ്ടോ അവർക്ക് വേണ്ടി താൻ സമ്പാദിച്ച സ്വത്ത് വിഭജിച്ചു കൊടുക്കും. അത് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ച ഈ അപ്പൻ ഈ സമ്പത്ത് മാത്രം, ഈ സ്നേഹം മാത്രമേ കൊടുക്കാനുള്ളൂ. എനിക്ക് നിന്നെ ഞങ്ങൾ കടിച്ചു തിന്നാനുള്ള ആഗ്രഹം ഉണ്ടടി മോളെ, ഉണ്ടടാ മോനെ എന്ന് പറയുമ്പോ അപ്പനോ അമ്മയോ നമ്മളെ കടിച്ചു തിന്നുകയില്ല. അവരുടെ സ്നേഹം വാക്കിലൂടെ പ്രകടമാക്കുന്ന ശക്തമായ ഭാഷ. പക്ഷേ കർത്താവായ ദൈവത്തിന് മാത്രമേ തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് തന്നുകൊണ്ട് നമ്മെ ഇതുപോലെ വളർത്താൻ സാധിക്കുകയുള്ളൂ. എനിക്ക് നിങ്ങളെ ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല.
അതുകൊണ്ട് കർത്താവ് കണ്ടുപിടിച്ച മഹാബലിയാണ്, മഹാ അത്ഭുതമാണ്, മഹാമാർഗമാണ് വിശുദ്ധ കുർബാന. ഈ ബലിവേദിയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന നമ്മളെ ആ കുർബാനയിൽ ഒന്നാക്കുന്ന ദൈവത്തിന്റെ രഹസ്യം. ഈ ദൈവം ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് നിന്നെ എപ്പോഴും ആസ്വദിക്കത്തക്ക രീതിയിൽ നിന്നെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും മിഠായി അരി ചേർക്കുന്നത് പോലെ അല്ലെങ്കിൽ തേൻ കുടിക്കുന്നത് പോലെ ഒരു ചിന്തയുള്ള ഒരു അനുഭവം, ഒരു വചനം എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വാചകം നിങ്ങളെയും അത്ഭുതപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകമാണ്. എന്നെ അഭിലഷിക്കുന്നവൻ എന്റെ അടുത്ത് വന്ന് തൃപ്തിയാവോളം എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മധുരം പകരും എന്ന്. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. ദൈവത്തിന്റെ തിരുവചനം അവിടുന്ന് തിരുസുതനായി അമ്മയുടെ കയ്യിലും അമ്മയുടെ ഉദരത്തിലും ജനിക്കുന്നതിന് മുമ്പ് ഈ ദൈവത്തെ കുറിച്ച് പ്രഭാഷകന്മാര് വിശുദ്ധ വചനത്തിൽ എഴുതി വെച്ച സംഭവമാണിത്. ഈ അപ്പമാണ്, ഈ വിഭവമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരുമെന്ന് ഒരു കുഞ്ഞിനോട് പറഞ്ഞാലും അതിന് മനസ്സിലാകും. അത്രമാത്രം സ്നേഹവാത്സല്യങ്ങൾ തന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു. മനുഷ്യനായിട്ട് അപ്പമായി ശരീര രക്തങ്ങളാക്കി നമുക്ക് തന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. ഇത് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിച്ച് നമുക്ക് തരണമെങ്കിൽ ഒരു വൈദികൻ വേണം. ഒരു വൈദികരല്ല, ഇവിടെ പല വൈദിക ശിശുക്കളെയും ഞാൻ കണ്ടു. ഇവരുടെയൊക്കെ ഉള്ളില് ഒരു വൈദിക ശിശു ഉണ്ട്. ആ ശിശു വളർന്ന് ബാലനായി യുവാവായിരിക്കുമ്പോൾ തന്നെ അച്ഛനെ വിളിച്ചതുപോലെ ഈശോ ഇവിടെയുള്ള പല മക്കളെയും വിളിക്കും. അത് ആൺകുട്ടിയാണെങ്കിൽ അച്ഛനാവും അല്ലെങ്കിൽ വൈദികനാവും. അത് പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങളെ പോലെ സിസ്റ്ററാകും. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടുപിടിച്ചു. ഇന്നലെ ഒരു കൊച്ച് അതിന്റെ അമ്മയോട് സംഭാഷിച്ച് മധ്യത്തിൽ പറയുകയാണ്, അമ്മ ആ ദൈവത്തിന്റെ മണവാട്ടി ഏതാ, ഒന്ന് കാണിച്ച് എന്നതാണ് ഈ മണവാട്ടി എന്ന് പറഞ്ഞാല്. അതെന്നതാണെന്ന് അതിന് മനസ്സിലാക്കാൻ പോലും പ്രായമാകുന്നതിന് മുമ്പേ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഈ അമ്മമാരുടെ ഹൃദയത്തിൽ ഞങ്ങൾ കാണാത്ത ഒരു സത്യം നിങ്ങൾ കണ്ടിരിക്കുന്നു. കാരണം എത്ര അമ്മമാരുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവർ. കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലെ തന്നെ, കുഞ്ഞിന് അപ്പം വെച്ച് കൊടുക്കുന്നത് പോലെ, അതിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്നേഹം കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ വെച്ചാൽ തീർച്ചയായും ആ കുഞ്ഞ് ദൈവത്തിൻ്റെതായി മാറും, യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, പണ്ട് 62 ആ കാലഘട്ടത്തിലെങ്ങാണ്ട് ലോകം അവസാനിക്കുന്ന ആരാണ്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, ഒരു ആകുന്നതിന് മുമ്പേ നീ ഈ ലോകം അവസാനിപ്പിച്ചേക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. എന്റെ അപ്പൻ എന്റെ അമ്മയെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം മദ്യപാനികളായ അപ്പന്മാരും അമ്മമാരെ ചതയ്ക്കുന്നത്. പക്ഷെ എനിക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ അടിക്കുന്നതോ പിടിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ദിവസം ചോദിച്ചു, മോളെ നിന്നെ കെട്ടിക്കണോ, കെട്ടിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന്. ഞാൻ ആലോചിച്ചു, ഞങ്ങളുടെ അയൽലോകത്ത് നല്ല ചെറുക്കന്മാരുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. അതാ 7 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ഒറ്റ ചെറുക്കന്മാരെ ഞാൻ കണ്ടില്ല. അവസാനം ഞാൻ നോക്കി, എന്റെ പപ്പ തന്നെയാണ് നല്ലതെന്ന്. ഞാൻ എന്റെ പപ്പായോട് യാതൊരു ഭയവും കൂടാതെ വളരെ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു, പപ്പ എന്നെ കെട്ടിക്കേ വേണ്ട, ഇനി കെട്ടിക്കുകയാണെങ്കിൽ പപ്പ കെട്ടിയാ മതിയെന്ന്. ഇതുപോലെ പറയാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. കാരണം അത് സ്വാതന്ത്ര്യമാണ്, അത് സ്നേഹമാണ്, അത് വിശ്വാസമാണ്. എന്റെ അപ്പനോടുള്ള വിശ്വാസം, എന്റെ അമ്മയോടുള്ള വിശ്വാസം, ഇത് നിലനിർത്തുന്ന സമൂഹം മാത്രമേ, ഇത് നിലനിർത്തുന്ന കുടുംബം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. എന്ന് വെച്ചാൽ രക്ഷപ്പെടും, പക്ഷെ ദൈവം പറയുന്നത് പോലെ രക്ഷപ്പെടണമെങ്കിൽ
അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ വചനം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തിരിക്കണം. അവരെ അങ്ങനെ വളർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ദൈവം തന്ന അനശ്വര ഭാഗ്യങ്ങളെ വലിയ സ്വർഗീയ ഭാഗ്യങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഞാനിങ്ങനെ പറയും സമയമായോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മാതാപിതാക്കള് തീർച്ചയായിട്ടും മക്കളെ ഇതുപോലെ വളർത്തണം. എന്ന് വെച്ചാൽ ഇവിടെ കുറെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. അവരമ്മയുടെ മുഖത്ത് നോക്കും, അപ്പന്റെ മുഖത്ത് നോക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇവരുടെ അമ്മയും അപ്പനും ചേച്ചിയും ചേട്ടനുമാണ് നമ്മുടെ വിശ്വാസം. ഇത് നല്ലൊരു തുടക്കമാണ്. ഇതിന് മുഴുവനും കാരണഭൂതനായിരിക്കുന്ന നമ്മുടെ ജെയിംസ് അച്ഛനും പോളച്ചനുമാണെന്ന് എന്റെ ജോജിമോൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാം ഒന്നാണ്. ഈ ഒരുമയുള്ള ഹൃദയത്തില് ദൈവം സ്ഥാപിക്കുവാൻ പോകുന്ന ദൈവിക തേജസ് നമ്മൾ മുമ്പേ കണ്ടതുപോലെ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ കണ്ട് അതേ പ്രകാശത്തിന്റെ അനുഭവമാണ്. ഈ പ്രകാശവും ഈ രക്ഷയും ഈ കാരുണ്യവും ദൈവത്തിന്റെ വചനങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തിയിലും എപ്പോഴുമുണ്ട്. അത് മനസ്സിലാക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. എന്നിട്ട് നമ്മളെ എവിടെയോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? സ്വർഗത്തിന്റെ സീമയില് ഒരുമിച്ച് കൂട്ടി അവിടെ സകല മാലാഖമാരോടും സകല വിശുദ്ധരോടും കൂടി നമ്മെ അവിടെ ഇരുത്തി. നമുക്ക് അവിടെ ചെല്ലാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ആദ്യമേ അച്ഛൻ പറഞ്ഞില്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് നല്ല ശരണവും സമാധാനവും. ഇത് എവിടെ കേട്ടതാ? നമ്മള് ഈശോ ഉണ്ടായപ്പോ കേട്ടതാണ്. ഇത് തന്നെയാണ് സ്വർഗത്തിലും പാടുന്നത്. ഈ പാടുന്ന സ്തുതിയാണ് നമ്മളെപ്പോഴും സ്വർഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പൻ ഒരു ദിവസം ചോദിച്ചു, ഏറ്റവും നല്ല സഭ ഏതാണ്? സിസ്റ്റേഴ്സ് പലരും ഉണ്ട്, അവർ പല സമൂഹങ്ങളാണ്. അപ്പൊ അവർ പറഞ്ഞു ഏറ്റവും നല്ല സമൂഹം ഞങ്ങളുടേതാണെന്നൊക്കെ അവർ പറഞ്ഞു. ഇന്നലെ ഇവരെന്നോട് പറഞ്ഞു മുസ്ലിംസും ഒക്കെ നമ്മുടെ പേരിലാണ് സ്കൂളിന്റെ ഒക്കെ പേരിടുന്നതെന്ന്. അപ്പൊ അവർക്ക് അത്രമാത്രം വിശ്വാസം സ്നേഹവും നമ്മളോട് ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സംഹിതകളോട് ഇഷ്ടം ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയണ്ട, നമുക്ക് അവരെ സ്നേഹിക്കണം. അവരത്രമാത്രം നല്ലവരായിട്ട് വരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കിടയാകട്ടെ. അപ്പൊ അങ്ങനെ ഒരുങ്ങി വന്നപ്പോ ഒരു ദിവസം പല സിസ്റ്റേഴ്സ് കൂടിയിരിക്കുന്ന ഒരു സെമിനാറില് എന്റെ അപ്പൻ ചോദിച്ചു ഏറ്റവും നല്ല സഭ ഏതാണ്? അപ്പൊ എല്ലാവരും പറഞ്ഞു ഓരോന്നോരോന്ന് അവരുടേത് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ പാപ്പ പറഞ്ഞു അത് ഏറ്റവും നല്ല സഭ ആരാധന സഭയാണ്. ആരാധന സഭയുടെ വേഷം ഇതാണ്, ഈ മീൻ വെളുക്കി നോക്കിയിട്ട് വെള്ള വസ്ത്രം ചിലപ്പോൾ ആശുദ്ധ ഇങ്ങനെ പോകുന്ന ഞങ്ങളുടെ വേഷം. അന്നേരം ആരാധന സഭയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനെ അവർ കളിയാക്കി. കാരണം സാറിന്റെ മകൾ അവിടെ ഉണ്ടായിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി. നിങ്ങൾക്കത് പെട്ടെന്ന് പറയാനും കളിയാക്കാൻ അറിയത്തില്ല, നിങ്ങൾ നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ്. അതുകൊണ്ട് അപ്പൊ ഇവർ കളിയാക്കിയപ്പോ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മോളുണ്ടായിട്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, സ്വർഗത്തിൽ ഒരു സഭയുണ്ട്, അത് ആരാധന സഭയാണ്. അതായത് പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ സമൂഹത്തില് നമ്മുടെ പിതാക്കന്മാരും പരിശുദ്ധ പിതാവും അച്ഛന്മാരും കർദിനാളന്മാരും വിശ്വാസികളും എല്ലാവരും ഒന്നിച്ചുകൂടി അവസാനം പറയുന്നത് സ്വർഗത്തിൽ ചെന്നിരുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന സ്തുതിയാണ്. അത് ആരാധനയുടെ സ്തുതിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവസാനത്തെ പുസ്തകം ഏതാണെന്ന് പറയാമോ? വെളിപാടിന്റെ പുസ്തകം. വെളിപാടിന്റെ പുസ്തകത്തിലെ സകല മാലാഖമാരും സകല വിശുദ്ധരും കുഞ്ഞാടിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സ്തുതി കീർത്തനങ്ങൾ പാടി പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടും. എന്നും ആയിരിക്കുന്നവനും വിധികർത്താവുമായ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവർ ആരാധിക്കുന്ന ആരാധന സമൂഹം, അതാണ് സ്വർഗീയ സമൂഹം. ആ സ്വർഗീയ സമൂഹത്തില് ഒന്നു ചേരാനുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മുതല് താഴെയുള്ളവർ വരികയും. അപ്പൊ അങ്ങനെ ഒരു സമൂഹമായി തീരാൻ സ്വർഗീയ സ്തുതി പാടി ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കുവാനും നമ്മെ ക്ഷണിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളെ, തീർച്ചയായും നിങ്ങളെ കർത്താവ് അതിനൊരുക്കുന്ന വഴികളാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. മുഴുവൻ പേരെയും വളരെ ഹാർദമായി ഞങ്ങൾ അനുമോദിക്കുന്നു. കാരണം മറ്റൊരിടെ എന്റെ കൗൺസിലർ സിസ്റ്റർ മിഷൻ സ്ഥലങ്ങളിൽ പോയി ഒത്തിരിയേറെ ജോലി ചെയ്തിട്ടുള്ളതാണ്. സിസ്റ്റർ പറയുകയാണ് മറ്റുള്ളവരോടൊത്തും കാണാത്ത ഒരു എഡ്യൂക്കേഷന്റെ വിലയും ധന്യതയും മൂല്യവും നമുക്കിവിടെ കാണാൻ സാധിക്കും.
അതായത് നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്ന വിധവും ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന വിധവും നിങ്ങളുടെ പ്രാർത്ഥന ശുശ്രൂഷകളും അതിന് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിന്റെ ദൃഢതയുമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് എന്റെ സിസ്റ്ററിനോട് പറഞ്ഞപ്പോ എനിക്ക് അഭിമാനം തോന്നി. നിങ്ങൾ എത്ര നല്ലവരാണ്. നിങ്ങളെ നയിക്കാൻ ഒന്നരോ അച്ഛന്മാരി വന്നപ്പോഴേക്കും നിങ്ങൾ തന്നെ അത് ഒരുമിച്ച് കൂടി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ തീർച്ചയായും ദൈവത്തിന്റെ സ്നേഹമാണ് നിർബന്ധിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു എന്ന്. അങ്ങയുടെ കാരുണ്യം, പിതാവായ ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളെ അടുപ്പിക്കുന്നു. നിങ്ങൾ സ്വയം ഏറ്റുപറയുന്നുണ്ട്, ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ തീർത്തും അയോഗ്യരാണ്. അത്രമാത്രം എളിമയും സ്നേഹവും കൂട്ടായ്മയും വിശ്വാസവുമുള്ള നല്ലൊരു തലമുറയ്ക്ക് നിങ്ങൾ അടിസ്ഥാനമിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ഭാഗ്യം മനോഹരമാണ്, അത് നിത്യമാണ്. ദൈവത്തിന്റെ സ്തുതി അർഹിക്കുന്ന പരിശുദ്ധമായ ദേവാലയമാണ്. നിങ്ങളുടെ നല്ല ഹൃദയങ്ങൾക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്കാവുന്നതുപോലെ അയോഗ്യയായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിച്ചിരിക്കും. ഇനി മഠത്തിന്റെ സാധ്യതയാണ്. ഈ മഠത്തിന്റെ സാധ്യത ദൈവം നമുക്ക് സാധിച്ചു തരും. അതെങ്ങനെ വേണമെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സാധിച്ചു തരും എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിശ്വാസം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സ്ഥലവും നിങ്ങൾക്ക് നല്ല ദൈവത്തിന്റെ കൂടാരവും നിങ്ങളുടെ മനോഹരമായ ഹൃദയവും അവിടെ പ്രാർത്ഥിക്കുന്ന രംഗം അടുത്ത ഭാവിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അധികം ദൂരത്തല്ല, വന്നു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി.